അനിശ്ചിതകാല നിരാഹാര സമരം അവസാനിപ്പിച്ച് LPST റാങ്ക് ഹോൾഡേഴ്സ്. വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ആവശ്യങ്ങൾ നടപ്പാക്കും വരെ സമരപ്പന്തലിൽ തുടരുമെന്ന് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു. 2 മാസത്തിനുള്ളിൽ നിലപാട് അറിയിക്കാമെന്നാണ് മന്ത്രി ചർച്ചയിൽ വ്യക്തമാക്കിയത്. നിർദ്ദേശം സമർപ്പിക്കാൻ, അതിന്റെ പരിഹാരം എന്ത് എന്ന് പറയാൻ ഒക്കെ ആയിട്ട് ഞങ്ങൾ ആദ്യം ആവശ്യപ്പെട്ടിരുന്നത് 2 മാസത്തെ സാവകാശമാണ്. അപ്പോൾ സമരസമിതി പറഞ്ഞു ഇത് 2 മാസത്തെ സാവകാശം എന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ 15 ദിവസമായി. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഡ്യൂറേഷൻ ഒന്ന് കുറയ്ക്കണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, 45 ദിവസത്തെ സാവകാശം ഈ കാര്യങ്ങളിൽ വ്യക്തമായി എന്ത് ചെയ്യാൻ ഗവൺമെൻറ്റിന് കഴിയും എന്നത് പറയാൻ 1.5 മാസത്തെ സാവകാശം ഗവൺമെൻറ്റിന് ചോദിച്ചത് സമരസമിതി സമ്മതിച്ചു. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നടന്ന ബന്ധപ്പെട്ട ഡാറ്റകളൊക്കെ നിലവിൽ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്, വിരൽ തുമ്പത്തുണ്ട്. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഈ വിഷയങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ തന്നെ പരിഗണിക്കപ്പെടുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഞങ്ങളിവിടെ തുടരുമെന്ന് തന്നെയാണ് ഗവൺമെന്റിനോട് അറിയിച്ചിരിക്കുന്നത്. സമരം, പ്രതിഷേധമോ പ്രകടനമോ ഉണ്ടാവില്ല, പക്ഷെ ഞങ്ങൾ ഇവിടെ ദിവസം എണ്ണി തുടരും. ഇതിനകത്ത് അനുകൂലമായ നടപടി എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടുകൂടി തന്നെ നിരാഹാരം ഇന്ന് അവസാനിപ്പിക്കും. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണം കണ്ടു, വളർമതിയുടേതും. 45 ദിവസം ആണ് ഈ സമരം ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചതിൽ സർക്കാർ തീരുമാനമെടുക്കാൻ ഈ ഉദ്യോഗാർത്ഥികൾ നൽകിയിരിക്കുന്നത്. അതിനകം അവർക്ക് അനുകൂലമായ തീരുമാനം തന്നെയാണോ മന്ത്രി ഉറപ്പ് നൽകുന്നത്? റഹീസ്. സ്മൃതി, സർക്കാർ അനുകൂലമായ തീരുമാനമാണ് ഇവർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് 45 ദിവസം പ്രത്യക്ഷ സമരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാൻ സമരസമിതി തീരുമാനിച്ചത്. അതായത് നിരാഹാര സമരം 13ാമത്തെ ദിവസമായിരുന്നു ഇന്ന്, അത് പൂർണ്ണമായും ഒഴിവാക്കി. ഇനി ഇവിടെ 37ാമത്തെ ദിവസമാണ് ഇവിടെ പന്തൽ കെട്ടി അവർ സമരത്തിലിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള സമര പരിപാടികൾ അവർ ആവിഷ്കരിച്ചിരുന്നു. ഇനി അതൊന്നും അടുത്ത 45 ദിവസം ഒരു തരത്തിലുള്ള സമരവും ഇവിടെ ഉണ്ടാവില്ല. പക്ഷേ സമരപ്പന്തലിൽ ഇവർ ഇവിടെ പ്രസൻസ്, ഇവരുടെ ഫിസിക്കൽ പ്രസൻസ് സമരപ്പന്തലിൽ എല്ലാവരുടെയുമല്ല, കുറച്ചുപേർ ഇവിടെ തുടരും. അത് സെപ്റ്റംബർ 24-ാം തീയതി വരെ ഇവർ ഒരു തരത്തിലുള്ള സമരത്തിനും പ്രത്യക്ഷ സമരത്തിനും ഉണ്ടാകില്ല. അതായത് മറ്റ് വിവിധ തരത്തിലുള്ള സമര പരിപാടികൾ ഉണ്ടാവില്ല, പ്രകടനമുണ്ടാകില്ല, മുദ്രാവാക്യം വിളിയുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇവർ ഇവിടെ ഫിസിക്കലായി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സെപ്റ്റംബർ 24 മന്ത്രിയും സർക്കാരും ഇവരോട് സാവകാശം ചോദിച്ച 45 ദിവസം. ആ 45 ദിവസം കഴിയുന്ന 24-ാം തീയതിക്ക് മുമ്പ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ ഒരു തീരുമാനം വരും എന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു. അത് വന്നില്ലെങ്കിൽ സെപ്റ്റംബർ 25 മുതൽ ഇപ്പോൾ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് സമരം പുനരാരംഭിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.